സ്നേഹരാഗം ഭാഗം 37. പ്രഭാവതി കീർത്തനയുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി നിൽക്കുകയാണ്. തന്നെ കൊന്നുകളയാനുള്ള ദേഷ്യമുണ്ട് അവർക്ക് എന്ന് കീർത്തനയ്ക്ക് തോന്നി. നീ എന്ത് ഭാവിച്ചാണ് എൻ്റെ മോനെ വശത്താക്കി ഇവിടെ കയറി കൂടിയിരിക്കുന്നത്? നാണമില്ലേ? വല്ലവരുടെയും ഭർത്താവിനെ തൻ്റെ വരുതിക്കാക്കാൻ പ്രഭാവതി ഉറഞ്ഞു തുള്ളി. ദേ തള്ളേ, എന്നെ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും. മകൻ വേറെ പെണ്ണുങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ ഭാര്യയുടെ കഴിവുകേടാണ്. നിങ്ങൾക്കും അവൾ ഇവിടുന്ന് പോകണമെന്നായിരുന്നല്ലോ. അവളും ഒട്ടും വിട്ടുകൊടുത്തില്ല. അതോടെ പ്രഭാവതിയുടെ നിയന്ത്രണം നഷ്ടമായി. മേലാൽ നിന്നെ ഇവിടെ കണ്ടുപോകരുത്. പൊയ്ക്കോ, നിന്റെ മോളെയും കൊണ്ട് അർജുനെ വെറുതെ വിട്ടേക്ക്. നിനക്ക് എത്ര കാശ് വേണമെങ്കിലും തരാം. അതോടെ കീർത്തനയുടെ അഭിമാനത്തിന് ക്ഷതമേറ്റതുപോലെയായി. അവൾ ദേഷ്യം കൊണ്ട് വിറച്ചു. ഇതിനുള്ള മറുപടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കോപം കൊണ്ടവൾ വിറയ്ക്കുകയായിരുന്നു. അവൾ ചാടിത്തുള്ളി പുറത്തേക്ക് പോയി. പ്രഭാവതി ആകെ ഒന്ന് അന്താളിച്ചു. എന്താണവൾ അർത്ഥം വെച്ച് പറഞ്ഞത് എന്നവർ മനസ്സിലോർത്തു. നിനക്കിട്ട് വലിയൊരു പണി വരുന്നുണ്ട് പ്രഭേ, നീ കരുതിയിരുന്നോ? എന്തോ തീരുമാനിപ്പിച്ചുറപ്പിച്ച മട്ടിലാണ് അവൾ ഇവിടെ നിന്നും പോയത്, ചന്ദ്രൻ പറഞ്ഞു. അവൾ എന്താ കാണിക്കാന്നറിയാലോ, പാത്രം കഴുകുന്നതിനിടയിൽ പ്രഭാവതി ഞെരുങ്ങിയ ശബ്ദത്തിൽ പറഞ്ഞു. അർജുൻ വന്നാൽ ഇനി എന്തെങ്കിലും ഉണ്ടാകുമെന്ന് ചന്ദ്രന് തോന്നി. അർജുൻ എത്തിയപ്പോൾ പതിവ് പോലെ ശ്രീകുട്ടിയെ ഹാളിൽ കാണാനില്ലായിരുന്നു. അമ്മയെയും കാണാനില്ല. അമ്മ ചിലപ്പോൾ കിച്ചണിലായിരിക്കുമെന്ന് അവൻ ഊഹിച്ചു. അവൻ റൂമിലെത്തിയപ്പോൾ അവനെ കാത്തിരുന്നതുപോലെ കീർത്തന അവനടുത്തേക്ക് ചെന്നു. അർജുൻ, എനിക്കിനിവിടെ തുടരാനാകില്ല, എടുത്തടിച്ചതുപോലെ അവൾ പറഞ്ഞപ്പോൾ അവനൊന്നമ്പരന്നു. അതിനിപ്പോൾ എന്തു പറ്റി? അവൻ ചോദിച്ചു. ഞാൻ പറയുമ്പോൾ വെറുതെ പ്രശ്നമുണ്ടാക്കാനായി പറയുകയാണെന്ന് തനിക്ക് തോന്നണ്ട. ഇന്നിവിടെ ഉണ്ടായതെന്താണെന്നറിയുമോ? ഞാൻ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല, അവൾ പറഞ്ഞു. അവൾക്ക് രോഷം കൊണ്ട് തൻ്റെ വാക്കുകൾ വിറയ്ക്കുന്നുണ്ടെന്ന് തോന്നി. നീ എന്തൊക്കെയാ പറയുന്നത്? തെളിച്ചു പറ, എന്തുണ്ടായി? അവൻ സൗമ്യതയോടെ ചോദിച്ചു. അവൾ ഉണ്ടായതെല്ലാം വള്ളിപുള്ളി തെറ്റാതെ വിശദീകരിച്ചു. അവൻ എന്ത് മറുപടി പറയണമെന്നറിയാതെ നിന്നു. അർജുൻ, ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കിവിടെ ശരിയാവില്ല. അർജുൻ കാലത്ത് പോയാൽ തിരിച്ചു വരുന്നത് വരെ ഞാൻ ഒറ്റയ്ക്കാവും. അതിനിടയിൽ അമ്മയുടെ ഓരോ പ്രകടനങ്ങളും. അമ്മയ്ക്ക് ഒരിക്കലും എന്നെ അംഗീകരിക്കാനാവുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല, അവൾ നിരാശയോടെ പറഞ്ഞു. ഇവിടെ നിന്നും അങ്ങോട്ട് വന്നു പോകുന്ന കാര്യം റിസ്ക് ആയതിനാലല്ലേ ഞാനിങ്ങോട്ട് ട്രാൻസ്ഫർ വാങ്ങിയത്. എന്നും നിന്റെ കൂടെ ഇരിക്കാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, അവൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു. അർജുൻ, നീ എന്ത് പറഞ്ഞാലും ഇവിടെ അമ്മയുടെ കൂടെ എനിക്ക് ശരിയാവില്ല. നമുക്കൊരു വീടെടുത്ത് മാറി താമസിക്കാം, അവൾ പറഞ്ഞപ്പോൾ എന്തുകൊണ്ടോ അതുതന്നെയാണ് നല്ലതെന്ന് അവനും തോന്നി. എന്തായാലും ഇതൊന്ന് അമ്മയോട് ചോദിച്ചിട്ട് തന്നെ കാര്യം, അവൻ പറഞ്ഞുകൊണ്ട് വാതിൽക്കലേക്ക് ചെന്നു. എന്നാൽ അവൾ അവനെ അവിടേക്ക് പോവാൻ സമ്മതിച്ചില്ല. വേണ്ട അർജുൻ, അമ്മ എന്തെങ്കിലും ന്യായീകരണം പറയുമ്പോൾ ആരും എൻ്റെ ഭാഗത്ത് നിൽക്കില്ല. വെറുതെ ചോദിക്കാൻ നിൽക്കണ്ട. ഇനിയൊരു ചോദ്യവും പറച്ചിലും ഒന്നും വേണ്ട. നമുക്ക് തൽക്കാലം ഒന്ന് മാറി നിൽക്കാം. എനിക്കും മോൾക്കും അർജുനേയുള്ളൂ, അവൾ അവൻ്റെ മാറിലേക്ക് ചാഞ്ഞു. എന്നും ഈ നെഞ്ചിൽ കിടന്ന് നിന്റെ കൈക്കുള്ളിൽ ഒതുങ്ങി നിന്നിലലിഞ്ഞ് എനിക്കിങ്ങനെ ഉറങ്ങണം, അവൾ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ അവളെ ഇറുകെ പുണർന്നു. അർജുൻ 2 ദിവസം ലീവ് എടുത്തു. 1-2 വീട് പോയി കണ്ടു. അവന് ഒരു വീട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത്യാവശ്യം വലുതായിരുന്നു. അവൻ്റെ ഒരു സുഹൃത്താണ് അത് സംഘടിപ്പിച്ചു കൊടുത്തത്. എല്ലാ സൗകര്യങ്ങളുമുണ്ട്. അവിടേക്ക് ഉടൻ മാറി താമസിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. കീർത്തനയെ അക്കാര്യം അറിയിച്ചപ്പോൾ അവൾക്ക് ഒത്തിരി സന്തോഷമായി. എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും രക്ഷപ്പെട്ടാൽ മതി എന്ന മാത്രമായിരുന്നു അവൾക്ക്. പ്രഭാവതി ചായയും പുട്ടുമെടുത്ത് ടേബിളിൽ കൊണ്ടുചെന്ന് വെച്ചു. അവർ ഇപ്പോൾ ഏറ്റവും എളുപ്പമായ പലഹാരങ്ങളെ ഉണ്ടാക്കാറുള്ളൂ. നന്ദനയെ പറഞ്ഞയച്ചത് ഏറ്റവും വലിയ അബദ്ധമായിപ്പോയി എന്ന് പലപ്പോഴായി പ്രഭാവതിക്ക് തോന്നാറുണ്ട്.
അവരുടെ അധികാരപരിധിയിൽ നിന്നുകൊണ്ടാണ് നന്ദന അവിടെ കഴിഞ്ഞിരുന്നത്. പ്രഭാവതി എന്ത് കുത്തുവാക്കുകൾ പറഞ്ഞാലും അവൾ പ്രതികരിക്കാൻ പോകാറില്ല. ഓരോന്നാലോചിച്ചപ്പോഴേക്കും ചായക്കുള്ള വെള്ളം തിളച്ചു. അതിൽ ചായപ്പൊടിയും പാലും ചേർത്ത് പഞ്ചസാരയിട്ട് ഇളക്കി ടേബിളിൽ കൊണ്ടുചെന്ന് വെച്ചു. അപ്പോഴാണ് ഹാളിലിരിക്കുന്ന ബാഗുകൾ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ആരാണിതെല്ലാം എടുത്തുകൊണ്ടുവച്ചത് എന്നോർത്ത് ചന്ദ്രനെ വിളിക്കാനായി മുറിയിലേക്ക് പോയി. ചന്ദ്രനും പ്രഭാവതിയും ചായ കുടിക്കാനായി ഡൈനിങ് ടേബിളിൽ ചെന്നിരുന്നു. അപ്പോഴാണ് അർജുൻ അവരുടെ അടുത്തെത്തിയത്. "നിനക്ക് ചായ എടുക്കട്ടെ?" ഭാവവ്യത്യാസം കൂടാതെ പ്രഭാവതി ചോദിച്ചു. "എനിക്കൊരു കാര്യം പറയാനുണ്ട്." പ്രഭാവതിയുടെ ചോദ്യത്തെ നിരസിച്ചുകൊണ്ട് അവൻ തിരിച്ചു പറഞ്ഞു. "കീർത്തന ഇവിടെ ഉണ്ടായ കാര്യങ്ങൾ എല്ലാം എന്നോട് പറഞ്ഞു." "ഓ, അവളത് നിന്റെ കാതിലെത്തിച്ചോ? തലയണ മന്ത്രത്തിൻ്റെ ഒരു ശക്തി കൊള്ളാലോ," അവർ പറഞ്ഞു. "അമ്മ ഒന്നും മിണ്ടാതിരിക്ക്, എനിക്ക് പറയാനൊരവസരം താ." അവൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പിന്നെ മിണ്ടിയില്ല. "നിങ്ങൾക്ക് കീർത്തനയെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇവിടെ തുടരാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ തൽക്കാലം ഒരു വീടെടുത്ത് മാറി താമസിക്കാൻ തീരുമാനിച്ചു." "വീട് ശരിയായിട്ടുണ്ട്. ഇന്ന് അങ്ങോട്ട് മാറാനാ ഉദ്ദേശിക്കുന്നത്." അർജുൻ്റെ സംസാരം കേട്ടപ്പോൾ ഓർക്കാപ്പുറത്തൊരു ദണ്ട് കൊണ്ട് അടികിട്ടിയതുപോലെ ഇരുന്നുപോയി പ്രഭാവതി. അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. ഇത് ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്നവർ സ്വപ്നത്തിൽ കൂടി വിചാരിച്ചിരുന്നില്ല. "നീ എന്താ ഈ പറയുന്നത്? അതിനു മാത്രം ഇവിടെ എന്താ ഉണ്ടായതെന്ന് നിനക്കറിയോ?" വാക്കുകൾ തപ്പിപ്പിടിച്ച് പ്രഭാവതി പറഞ്ഞു. "എനിക്കിനി കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ല." "നിങ്ങളിതൊന്നും കേൾക്കുന്നില്ലേ?" പ്രഭാവതി ചന്ദ്രനോടായി ചോദിച്ചു. ചന്ദ്രൻ ഒന്നും മിണ്ടാതെയിരുന്നു. മിണ്ടിയിട്ട് കാര്യമില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. "ഇനിയൊന്നും ചോദിക്കാനും പറയാനും കേൾക്കാനും ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ ഇറങ്ങുകയാണ്." കീർത്തനയും എല്ലാം കേട്ടുകൊണ്ട് അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ബാഗുമെടുത്ത് അർജുൻ മുന്നിൽ നടന്നപ്പോൾ കീർത്തന അവനെ അനുഗമിച്ചു. അവർ പോകുന്നത് നോക്കി നിൽക്കാനേ പ്രഭാവതിക്ക് കഴിഞ്ഞുള്ളൂ. അവർ അവരുടെ ജീവിതത്തിൽ തൻ്റെ മകൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. നന്ദനയെ ഇവിടെ നിന്നും പറഞ്ഞയക്കുമ്പോൾ അവർക്ക് അത് ഇങ്ങനെ ഒക്കെ ആയിത്തീരുമെന്നുള്ള ഒരു ആശയും നൽകിയിരുന്നില്ല. എന്തൊക്കെയാവും ഇനി അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നറിയണമെങ്കിൽ അടുത്ത എപ്പിസോഡ് വരെ കാത്തിരുന്നേ മതിയാകൂ. നിങ്ങൾ തരുന്ന സ്നേഹവും സഹകരണവും എന്നും ഉണ്ടായിരിക്കും എന്ന പ്രതീക്ഷയോടെ സ്നേഹരാഗം ഇനിയും തുടരും.